ഓം ശാന്തി. 19-12-25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ് പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അതിനാൽ ദേഹി അഭിമാനിയാകൂ. ഒരു ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ അന്തുമതി സോഗതി ഉണ്ടാകും. ചോദ്യം: വണ്ടർഫുള്ളായ ബാബ നിങ്ങൾക്ക് ഏതൊരു വണ്ടർഫുള്ളായ രഹസ്യം കേൾപ്പിച്ചിരിക്കുന്നു? ഉത്തരം: ബാബ പറയുന്നു, കുട്ടികളെ, ഈ അനാദിയും അവിനാശിയുമായ ഡ്രാമ ഉണ്ടാക്കപ്പെട്ടതാണ്. ഇതിൽ ഓരോരുത്തരുടെയും പാർട്ട് അടങ്ങിയിരിക്കുന്നു. എന്തു തന്നെ സംഭവിച്ചാലും നത്തിങ് ന്യൂ, അതായത് ഒന്നും പുതിയതല്ല. ബാബ പറയുന്നു, കുട്ടികളെ, ഇതിൽ എനിക്കും മഹത്വം ഇല്ല. ഞാനും ഡ്രാമയുടെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ബാബ ഈ വണ്ടർഫുൾ രഹസ്യം കേൾപ്പിച്ച് തൻ്റെ പാർട്ടിന് പോലും മഹത്വം നൽകാതിരിക്കുന്നത് പോലെയാണ്. ഗീതം. ഒടുവിൽ ആ ദിവസം ഇന്ന് വന്നു ചേർന്നു. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ ഈ ഗീതം പാടിക്കൊണ്ടിരിക്കുന്നു. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, കൽപ്പത്തിനു ശേഷം വീണ്ടും നമ്മെ ധനവാനും ഹെൽത്തിയും വെൽത്തിയും ആക്കുന്നതിനും പവിത്രതയുടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും സമ്പത്ത് നൽകുന്നതിനും ബാബ വരുന്നു. ബ്രാഹ്മണരും ആശീർവാദങ്ങൾ നൽകാറുണ്ടല്ലോ, ആയുഷ്മാൻ ഭവ, ധനവാൻ ഭവ, പുത്രവാൻ ഭവ എന്ന്. കുട്ടികളായ നിങ്ങൾക്കാകട്ടെ സമ്പത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആശീർവാദത്തിൻ്റെ കാര്യമൊന്നുമില്ല. കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അറിയാം, 5000 വർഷങ്ങൾക്ക് മുമ്പും നമുക്ക് ബാബ വന്ന് മനുഷ്യനിൽ നിന്നും ദേവത, നരനിൽ നിന്നും നാരായണൻ ആകുന്നതിനുള്ള ശിക്ഷണം നൽകിയിരുന്നു. ഏതു കുട്ടികളാണോ പഠിക്കുന്നത് അവർക്കറിയാം നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിപ്പിക്കുന്നത് ആരാണ്. അതിലും നമ്പർവാർ പുരുഷാർത്ഥം അനുസരിച്ചാണ് അറിയുന്നത്. ഇതാകട്ടെ പറയുക തന്നെ ചെയ്യും. കുട്ടികളായ നമുക്കറിയാം, ഈ രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു, അഥവാ ഡെയ്റ്റി കിങ്ഡം സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. മുൻപ് ശൂദ്രനായിരുന്നു, പിന്നീട് ബ്രാഹ്മണനായി, വീണ്ടും ദേവതയാകേണ്ടതുണ്ട്. ലോകത്തിൽ ആർക്കും തന്നെ തങ്ങൾ ശൂദ്രവർണ്ണത്തിലേതാണ് എന്നറിയില്ല. കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇതാകട്ടെ സത്യമായ കാര്യമാണ്. ബാബ സത്യം പറഞ്ഞു തന്ന് സത്യഖണ്ഡത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. സത്യയുഗത്തിൽ അസത്യമോ പാപമോ മറ്റോ ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. കലിയുഗത്തിലാണ് അജാമിളൻ പാപാത്മാക്കൾ ഉണ്ടായിരിക്കുന്നത്. ഈ സമയം തികച്ചും രൗരവ നരകത്തിൻ്റെതാണ്. ദിനം പ്രതിദിനം രൗരവ നരകം കാണപ്പെടും. തീർത്തും തമോപ്രധാനമായിക്കൊണ്ടിരിക്കുന്നു ലോകം എന്ന് മനസ്സിലാക്കും വിധത്തിലുള്ള കർത്തവ്യം മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കും. ഇതിലും കാമം മഹാശത്രുവാണ്. ആർക്കെങ്കിലും പവിത്രവും ശുദ്ധവും ആയിരിക്കുവാൻ സാധിക്കുക പ്രയാസമാണ്. ഭിക്ഷുക്കൾ പറയുമായിരുന്നു, ഇങ്ങനെയുള്ള കലിയുഗം വരും, അതിൽ 12-13 വയസ്സുള്ള കുമാരിമാർ കുട്ടികൾക്ക് ജന്മം നൽകും. ഇപ്പോൾ ആ സമയമാണ്. കുമാരിമാർ തുടങ്ങിയ എല്ലാവരും മോശമാക്കിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴാണോ പൂർണ്ണമായും തമോ പ്രധാനമായി മാറുന്നത്, അപ്പോൾ ബാബ പറയുന്നു, ഞാൻ വരുന്നു, എനിക്കും ഡ്രാമയിൽ പാർട്ടുണ്ട്. ഞാനും ഡ്രാമയുടെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. കുട്ടികളായ നിങ്ങളെ സംബന്ധിച്ച് പുതിയ കാര്യമൊന്നുമല്ല. ബാബ മനസ്സിലാക്കിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്.
ചക്രം കറങ്ങി നാടകം പൂർത്തിയാകുന്നു. ഇപ്പോൾ ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ സതോ പ്രധാന ലോകത്തിൻ്റെ അധികാരിയായി മാറും. എത്ര സാധാരണ രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ തൻ്റെ പാർട്ടിന് ഇത്ര മഹത്വം നൽകുന്നില്ല. ഇത് എൻ്റെ പാർട്ടാണ്, പുതിയ കാര്യമല്ല. ഓരോ 5000 വർഷത്തിനു ശേഷവും എനിക്ക് വരേണ്ടി വരുന്നു. ഡ്രാമയിൽ ഞാൻ ബന്ധിതനാണ്. വന്ന് കുട്ടികളായ നിങ്ങൾക്ക് വളരെ സഹജമായി ഓർമ്മയുടെ യാത്ര പറഞ്ഞു തരുന്നു. അന്തമതി സോഗതി, അത് ഈ സമയത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അന്തിമ കാലമാണല്ലോ. ബാബ യുക്തി പറഞ്ഞു തരുന്നു. എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ സതോ പ്രധാനമായി മാറും. കുട്ടികളും മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ പുതിയ ലോകത്തിൻ്റെ അധികാരിയാകും എന്ന്. ബാബ അടിക്കടി പറയുന്നു, നത്തിങ് ന്യൂ. ഒരു ജിന്നിൻ്റെ കഥ കേൾപ്പിക്കുന്നുണ്ടല്ലോ, അത് ജോലി തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ പടി ഇറങ്ങുകയും കയറുകയും ചെയ്യൂ എന്ന് പറഞ്ഞു. ബാബയും പറയുന്നു, ഈ കളിയും ഇറങ്ങുന്നതിൻ്റെയും കയറുന്നതിൻ്റെതുമാണ്. പതീതത്തിൽ നിന്നും പാവനവും പാവനത്തിൽ നിന്നും പതീതവും ആകേണ്ടതുണ്ട്. ഇത് ഡിഫിക്കൽട്ടായ കാര്യമൊന്നുമല്ല, വളരെ സഹജമാണ്. എന്നാൽ എങ്ങനെയുള്ള യുദ്ധമാണ്? ഇത് മനസ്സിലാക്കാത്തത് കാരണം ശാസ്ത്രങ്ങളിൽ യുദ്ധത്തിൻ്റെ കാര്യം എഴുതിയിരിക്കുന്നു. വാസ്തവത്തിൽ മായ രാവണന്റെ മേൽ ജയം നേടുക വളരെ വലിയ യുദ്ധമാണ്. കുട്ടികൾ കാണുന്നുണ്ട്, നമ്മൾ അടിക്കടി ബാബയെ ഓർമ്മിക്കുന്നു, പിന്നെ ഓർമ്മ മുറിഞ്ഞു പോകുന്നു. മായ ദീപനാളത്തെ അണച്ചു കളയുന്നു. ഇതിന്മേൽ ഗുലബ്കാവലിയുടെയും കഥയുണ്ട്. കുട്ടികൾ ജയം നേടുന്നുണ്ട്, വളരെ നല്ല രീതിയിൽ നടക്കുന്നു. പിന്നെ മായ വന്ന് ദീപം അണച്ചു കളയുന്നു. കുട്ടികളും പറയുന്നു, ബാബ, മായയുടെ കൊടുങ്കാറ്റ് വളരെയധികം വരുന്നു. അനേകം പ്രകാരത്തിലുള്ള കൊടുങ്കാറ്റും കുട്ടികളുടെ അടുക്കൽ വരുന്നു. ചിലപ്പോഴൊക്കെ കൊടുങ്കാറ്റ് ഇങ്ങനെ ശക്തമായി വരുന്നു, 8-10 വർഷത്തെ പഴയ നല്ല നല്ല വൃക്ഷം പോലും വീണു പോകുന്നു. കുട്ടികൾക്കറിയാം, വർണ്ണിക്കുകയും ചെയ്യുന്നു. മാലയിലെ നല്ല നല്ല മുത്തുകളായിരുന്നു, ഇന്നില്ല. ആനയെ മുതല ഭക്ഷിച്ച ഉദാഹരണവുമുണ്ട്. ഇതാണ് മായയുടെ കൊടുങ്കാറ്റ്. ബാബ പറയുന്നു, ഈ 5 വികാരങ്ങളിൽ നിന്നും സംരക്ഷിച്ചു കൊണ്ടിരിക്കൂ. ഓർമ്മയിലിരിക്കുമെങ്കിൽ ബലവാനായി മാറും, ദേഹി അഭിമാനിയാകൂ. ബാബയുടെ ഈ ശിക്ഷണം ഒരു തവണ തന്നെയാണ് ലഭിക്കുന്നത്. നിങ്ങൾ ആത്മാഭിമാനിയാകൂ എന്ന് ഒരിക്കലും മറ്റാരും പറയുകയില്ല. സത്യയുഗത്തിലും ഇങ്ങനെ പറയുകയില്ല. നാമം, രൂപം, ദേശം, കാലം എല്ലാം ഓർമ്മയുണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നു. ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. നിങ്ങൾ ആദ്യം സതോ പ്രധാനമായിരുന്നു. സതോ, രജോ, തമോയിൽ നിങ്ങൾ പൂർണ്ണമായും 84 ജന്മങ്ങൾ എടുത്തു. അതിലും നമ്പർ 1 ഇദ്ദേഹം, അതായത് ബ്രഹ്മാവാണ്. മറ്റുള്ളവരുടേത് 83 ജന്മവുമായേക്കാം. ഇദ്ദേഹത്തിന് പൂർണ്ണമായും 84 ജന്മങ്ങളാണ്. ഇദ്ദേഹം ആദ്യം ശ്രീനാരായണനായിരുന്നു. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നു, എന്നാൽ എല്ലാവരെ കുറിച്ചും മനസ്സിലാക്കുന്നത് പോലെയാണ്. വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ ജ്ഞാനമെടുത്ത് വീണ്ടും ആ ഒന്ന് നാരായണനാകുന്നു. വൃക്ഷത്തിലും കാണിച്ചിരിക്കുന്നല്ലോ, ഇവിടെ ശ്രീനാരായണൻ, പിന്നെ അവസാനം ബ്രഹ്മാവ് നിൽക്കുന്നു. താഴെ രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുന്നു. പ്രജാപിതാവിനെ ഒരിക്കലും പരംപിതാവ് എന്ന് പറയില്ല. പരംപിതാവ് എന്ന് ഒന്നിനെയാണ് പറയുന്നത്. പ്രജാപിതാവ് പിന്നെ ഇദ്ദേഹത്തെയാണ് പറയുന്നത്. ഇദ്ദേഹം ദേഹധാരിയാണ്.
ആ ഒന്ന് വിദേഹിയും വിചിത്രവുമാണ്. ലൗകിക അച്ഛനെ പിതാവെന്ന് പറയും, ഇദ്ദേഹത്തെ പ്രജാപിത എന്ന് പറയും. ആ പരംപിതാവാണെങ്കിൽ പരംധാമത്തിൽ വസിക്കുന്നു. പ്രജാപിത ബ്രഹ്മാവ് പരംധാമത്തിലാണ് എന്ന് പറയില്ല. ആ ഒന്ന് ഇവിടെ സാകാരി ലോകത്തിലായിരിക്കും, സൂക്ഷ്മവദനത്തിലുമല്ല. പ്രജ സ്ഥൂലവദനത്തിലാണല്ലോ. പ്രജാപിതാവിനെ ഭഗവാൻ എന്ന് പറയുന്നില്ല. ഭഗവാന് ശരീരത്തിന്റെ നാമമില്ല. മനുഷ്യന് ശരീരത്തിന്റെ മേലാണ് പേര് വരുന്നത്. ആ ഒന്ന് അതിൽ നിന്നും വേറിട്ടതാണ്. ആത്മാക്കൾ അവിടെ വസിക്കുമ്പോൾ സ്ഥൂലമായ നാമരൂപത്തിൽ നിന്നും വേറിട്ടതാണ്. പക്ഷേ ആത്മാവ് തന്നെയാണല്ലോ. സാധു സന്യാസിമാർ തുടങ്ങിയവർ വീടും കുടുംബവും ഉപേക്ഷിക്കുന്നു. ബാക്കി ലോകത്തിലെ വികാരങ്ങളുടെ അനുഭവിയാണല്ലോ. കൊച്ചുകുട്ടികൾക്ക് ഒന്നും അറിവില്ല, അതിനാൽ അവരെ മഹാത്മാവ് എന്ന് പറയുന്നു. 5 വികാരങ്ങളുടെ അറിവ് തന്നെ അവർക്കില്ല. ചെറിയ കുട്ടികളെ പവിത്രം എന്ന് പറയുന്നു. ഈ സമയത്താകട്ടെ ഏതെങ്കിലും പവിത്ര ആത്മാവ് ഉണ്ടാവുക സാധ്യമല്ല. ചെറുതിൽ നിന്നും വലുതാകുമ്പോൾ പിന്നെ പതീതം എന്ന് പറയുമല്ലോ. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, എല്ലാവർക്കും വേറെ വേറെ പാർട്ട് ഈ ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ചക്രത്തിൽ എത്ര ശരീരം എടുക്കുന്നു, എത്ര കർമ്മം ചെയ്യുന്നു, അതെല്ലാം വീണ്ടും റിപ്പീറ്റ് ആകേണ്ടതുണ്ട്. ആദ്യം ആത്മാവിനെ തിരിച്ചറിയണം. ഇത്രയും ചെറിയ ആത്മാവിൽ 84 ജന്മങ്ങളുടെ അവിനാശി പാർട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും വണ്ടർഫുൾ ആയ കാര്യം. ആത്മാവും അവിനാശിയാണ്, ഡ്രാമയും അവിനാശിയാണ്, മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടതാണ്. എപ്പോൾ മുതൽ ആരംഭിച്ചു എന്ന് പറയുകയില്ല, പ്രകൃതിയാ ഉള്ളത് എന്ന് പറയുമല്ലോ. ആത്മാവ് എങ്ങനെയുള്ളതാണ്? ഈ ഡ്രാമ എങ്ങനെയാണ് തയ്യാറാക്കപ്പെട്ടത്? ഇതിൽ ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. സമുദ്രത്തിൻ്റെയോ ആകാശത്തിൻ്റെയോ അന്തിമം കണ്ടെത്താൻ സാധിക്കാത്തതുപോലെ ഇത് അവിനാശി ഡ്രാമയാണ്. എത്ര അത്ഭുതം തോന്നുന്നു! ഏതുപോലെ ബാബ വണ്ടർഫുള്ളാണ്, അതുപോലെ ജ്ഞാനവും വളരെ വണ്ടർഫുള്ളാണ്. ഒരിക്കലും ആർക്കും പറഞ്ഞു തരുവാൻ സാധിക്കില്ല. ഇതിൽ എല്ലാ ആക്ടേഴ്സും അവരവരുടേതായ പാർട്ട് അഭിനയിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. നാടകം എപ്പോൾ തയ്യാറായി എന്ന ചോദ്യം ഉയരുക സാധ്യമല്ല. വളരെയധികം പേർ പറയുന്നു, ഭഗവാന് വല്ല കാര്യവും ഉണ്ടായിരുന്നോ ഇങ്ങനെ ദുഃഖത്തിന്റെയും സുഖത്തിന്റെയും ലോകമിരുന്ന് ഉണ്ടാക്കുവാൻ? ഇതാകട്ടെ അനാദിയാണ്. പ്രളയവും മറ്റുമൊന്നും ഉണ്ടാകുന്നില്ല, മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടതാണ്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്ന് പറയുക സാധ്യമല്ല. ആത്മാവിന്റെ ജ്ഞാനവും ബാബ നിങ്ങളെ കേൾപ്പിക്കുന്നത് എപ്പോഴാണോ വിവേകശാലിയാകുന്നത് അപ്പോഴാണ്. നിങ്ങൾ ദിനം പ്രതിദിനം ഉന്നതി നേടിക്കൊണ്ടിരിക്കുന്നു. ആദ്യം ബാബ വളരെ കുറച്ചു കേൾപ്പിച്ചിരുന്നു. വണ്ടർഫുൾ കാര്യങ്ങളായിരുന്നു. എന്നിട്ടും ആകർഷണമുണ്ടായിരുന്നുവല്ലോ. ആ ഒന്ന് ആകർഷിച്ചു. ഭട്ടിയുടെയും ആകർഷണം ഉണ്ടായിരുന്നു. കൃഷ്ണനെ കംസപുരിയിൽ നിന്നും മാറ്റി കൊണ്ടുപോയതായി ശാസ്ത്രങ്ങളിൽ പിന്നെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കംസനോ മറ്റോ ഒന്നും അവിടെ ഉണ്ടായിരിക്കുന്നില്ല. ഗീത, ഭാഗവതം, മഹാഭാരതം ഇവയെല്ലാം കണക്ഷൻ വെക്കുന്നു. വാസ്തവത്തിൽ ഒന്നും തന്നെയില്ല. ഈ ദസറയും മറ്റും പരമ്പരയായി തുടർന്നു വരുന്നു എന്ന് മനസ്സിലാക്കുന്നു. രാവണൻ എന്ത് വസ്തുവാണ്? ഇതും ആരും അറിയുന്നില്ല. ആരെല്ലാമാണോ ദേവീ ദേവതയായിരുന്നത് അവർ താഴെ ഇറങ്ങി പതീതമായിരിക്കുന്നു, നിലവിളിക്കുകയും ചെയ്യുന്നു. അവർ കൂടുതൽ പതീതമായിരിക്കുന്നു. അതിനാൽ ഹേ പതീത പാവന എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഈ എല്ലാ കാര്യങ്ങളും ബാബ തന്നെയാണ് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്.
സൃഷ്ടിചക്രത്തിന്റെ ആദി മധ്യ അന്ത്യത്തെ ആരും അറിയുന്നില്ല. നിങ്ങൾ അറിയുന്നതിലൂടെ ചക്രവർത്തി രാജാവാകുന്നു. ത്രിമൂർത്തിയിലും എഴുതിയിട്ടുണ്ട്, ഇത് നിങ്ങളുടെ ഈശ്വരീയ ജന്മസിദ്ധ അധികാരമാണ്. ബ്രഹ്മാവിലൂടെ സ്ഥാപന, ശങ്കറിലൂടെ വിനാശം, വിഷ്ണുവിലൂടെ പാലന. വിനാശവും തീർച്ചയായും നടക്കേണ്ടതുണ്ട്. പുതിയ ലോകത്തിൽ വളരെ കുറച്ചു പേരാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ അനേകം ധർമ്മങ്ങളുണ്ട്. ഒരു ആദി സനാതന ദേവീ ദേവതാ ധർമ്മമില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ തീർച്ചയായും ആ ഒരു ധർമ്മം ആവശ്യമാണ്. മഹാഭാരതവും ഗീതയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഈ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡ് പോലും നിലയ്ക്കുക സാധ്യമല്ല. പുതിയ കാര്യമൊന്നുമല്ല. വളരെയധികം തവണ രാജപദം നേടിയിട്ടുണ്ട്. ആരുടെ വയർ നിറഞ്ഞിട്ടുണ്ടാകുമോ, അതായത് ആര് സംതൃപ്തരായിട്ടുണ്ടാകുമോ, അവർ ഗംഭീരതയോടുകൂടി ഇരിക്കുന്നു. ഉള്ളിൽ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ എത്ര തവണ രാജപദം നേടിയിരുന്നു. ഇന്നലത്തെ കാര്യമാണ്. ഇന്നലെ തന്നെയാണ് ദേവി ദേവതയായിരുന്നത്. പിന്നീട് ചക്രം കറങ്ങി ഇന്ന് നമ്മൾ പതീതമായിരിക്കുന്നു. വീണ്ടും നമ്മൾ യോഗബലത്തിലൂടെ വിശ്വത്തിന്റെ ചക്രവർത്തി പദം നേടുന്നു. ബാബു പറയുന്നു, കൽപ്പകൽപ്പങ്ങളിൽ നിങ്ങൾ തന്നെയാണ് ചക്രവർത്തി പദം നേടുന്നത്. അല്പം പോലും വ്യത്യാസമുണ്ടാവുക സാധ്യമല്ല. രാജധാനിയിൽ ചിലർ കുറഞ്ഞവരും ചിലർ ഉയർന്നവരുമാകും. ഇത് പുരുഷാർത്ഥത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. നിങ്ങൾക്കറിയാം, ആദ്യം നമ്മൾ കുരങ്ങിനേക്കാൾ മോശമായിരുന്നു. ഇപ്പോൾ ബാബ ക്ഷേത്രത്തിൽ ഇരിക്കാൻ യോഗ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. ആരാണോ നല്ല നല്ല കുട്ടികൾ അവരുടെ ആത്മാവ് റിയലൈസ് ചെയ്യുന്നു. തീർച്ചയായും നമ്മൾ ഒരു ഉപയോഗവും ഇല്ലാത്തവരായിരുന്നു. ഇപ്പോൾ നമ്മൾ വർത്ത് പൗണ്ട് ആയിരിക്കുന്നു, അതായത് മൂല്യമുള്ളവർ ആയിക്കൊണ്ടിരിക്കുന്നു. കൽപ്പകൽപ്പങ്ങളിൽ ബാബ നമ്മെ ചില്ലിക്കാശിൽ നിന്നും പൗണ്ടാക്കി മാറ്റുന്നു. കഴിഞ്ഞ കൽപ്പത്തിലുള്ളവർ തന്നെയാണ് ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നത്. നിങ്ങളും എക്സിബിഷനും മറ്റും നടത്തുന്നു. നത്തിങ് ന്യൂ. ഇതിലൂടെ നിങ്ങൾ അമരപുരിയുടെ സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭക്തി മാർഗത്തിൽ ദേവിമാരുടെയും മറ്റും എത്ര ക്ഷേത്രങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ പൂജാരി അവസ്ഥയുടെ സാമഗ്രികളാണ്. പൂജ്യ അവസ്ഥയുടെ സാമഗ്രികൾ ഒന്നും തന്നെയില്ല. ബാബു പറയുന്നു, ദിനം പ്രതിദിനം നിങ്ങൾക്ക് ഗുഹ്യമായ പോയിന്റ്സ് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. മുൻപുള്ള അനേകം പോയിന്റ്സ് നിങ്ങളുടെ അടുക്കൽ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എന്തു ചെയ്യും? അങ്ങനെ തന്നെ കിടക്കുകയാണ്. പ്രസന്റിൽ, അതായത് വർത്തമാന സമയം, ബാബ്ദാദ പുതിയ പുതിയ പോയിന്റ്സ് മനസ്സിലാക്കി തരുന്നു. ആത്മാവ് ഇത്രയും ചെറിയൊരു ബിന്ദുവാണ്. അതിൽ മുഴുവൻ പാർട്ടും അടങ്ങിയിട്ടുണ്ട്. ഈ പോയിന്റ്സ് മുൻപുള്ള കോപ്പികളിലൊന്നും ഉണ്ടായിരിക്കുകയില്ല. പിന്നെ പഴയ പോയിന്റ്സ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുവാനാണ്? അവസാനത്തെ റിസൾട്ട് മാത്രമാണ് ഉപയോഗത്തിൽ വരുന്നത്. ബാബ പറയുന്നു, കഴിഞ്ഞ കൽപ്പത്തിലും നിങ്ങളെ ഇതേപോലെ തന്നെ കേൾപ്പിച്ചിരുന്നു. നമ്പർ വാറായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ചില സബ്ജക്റ്റിൽ മുകളിലും താഴെയും ആയിക്കൊണ്ടിരിക്കുന്നു. വ്യാപാരത്തിലും ഗ്രഹപ്പിഴ ഉണ്ടാകുമ്പോൾ അതിൽ ഹാർട്ട് ഫെയിൽ ആകുവാൻ പാടില്ലാത്തതാണ്. പിന്നെ എഴുന്നേറ്റ് പുരുഷാർത്ഥം ചെയ്യുന്നു. മനുഷ്യർ ദരിദ്രമാകുമ്പോൾ പിന്നെ തൊഴിലും മറ്റും ചെയ്ത് വളരെയധികം ധനികനായി മാറുന്നു. ഇവിടെയും ചിലർ വികാരത്തിൽ വീണ് കിടക്കുന്നു. എങ്കിലും ബാബ പറയും, നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്ത് ഉയർന്ന പദവി നേടൂ. വീണ്ടും കയറാൻ ആരംഭിക്കേണ്ടതാണ്. ബാബ പറയുന്നു, വീണിരിക്കുകയാണ്, വീണ്ടും കയറൂ. ഇങ്ങനെ ധാരാളം പേരുണ്ട്, വീഴുന്നു. അപ്പോൾ പിന്നെ കയറുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ വിലക്കുകയൊന്നുമില്ല. ബാബയ്ക്കറിയാം, ഇങ്ങനെയും ധാരാളം പേർ വരും.
ബാബ പറയും പുരുഷാർത്ഥം ചെയ്യൂ, എങ്കിലും എന്തെങ്കിലുമൊക്കെ സ്മാരകം തയ്യാറാകുമല്ലോ, ഡ്രാമ പ്ലാൻ അനുസരിച്ച് എന്ന് തന്നെ പറയും. ബാബ പറയും, ശരി കുട്ടികളെ, ഇപ്പോൾ തൃപ്തമായി, വളരെയധികം മുങ്ങിത്താണു, ഇപ്പോൾ വീണ്ടും പുരുഷാർത്ഥം ചെയ്യൂ. പരിധിയില്ലാത്ത ബാബ ഇങ്ങനെ പറയുമല്ലോ. ബാബയുടെ അടുക്കൽ എത്ര പേർ കൂടിക്കാഴ്ച നടത്താൻ വരുന്നു? പറയുന്നു, പരിധിയില്ലാത്ത ബാബ പറയുന്നത് അംഗീകരിക്കില്ലേ, പവിത്രമാകില്ലേ? ബാബ ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ആത്മാവിനോട് പറയുന്നു, അപ്പോൾ അമ്പ് തീർച്ചയായും തറയ്ക്കും. സ്ത്രീക്ക് അമ്പ് തറയ്ക്കുകയാണെങ്കിൽ പറയും, നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന്. പുരുഷന് തറയ്ക്കുന്നില്ല. പിന്നെ മുന്നോട്ട് പോകവേ അയാളെയും കയറ്റുന്നതിനായി ശ്രമിക്കും. പിന്നെ പത്നി ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരുന്നവരും ധാരാളം പേർ വരുന്നുണ്ട്. അപ്പോൾ പറയും, സ്ത്രീ എൻ്റെ ഗുരുവാണ് എന്ന്. ആ ബ്രാഹ്മണർ വിവാഹ സമയത്ത് വസ്ത്രങ്ങൾ തമ്മിൽ കെട്ടുമ്പോൾ പറയുന്നു, ഇത് നിങ്ങളുടെ ഗുരുവും ഈശ്വരനുമാണ് എന്ന്. ഇവിടെ ബാബ പറയുന്നു, ഒരേ ഒരു ബാബ തന്നെയാണ് നിങ്ങളുടെ സർവസ്വവും. എൻ്റേത് ഒന്ന്, രണ്ടാമതായി ആരുമില്ല. എല്ലാവരും ആ ഒന്നിനെ തന്നെ ഓർമ്മിക്കുന്നു. ആ ഒന്നുമായി തന്നെ യോഗം ചേർക്കണം. ഈ ദേഹവും എൻ്റേതല്ല. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഏതെങ്കിലും ഗ്രഹപ്പിഴ വരികയാണ് എങ്കിൽ നിരാശരായി ഇരുന്നു പോകരുത്. വീണ്ടും പുരുഷാർത്ഥം ചെയ്ത് ബാബയുടെ ഓർമ്മയിലിരുന്ന് ഉയർന്ന പദവി നേടണം. മായയുടെ ഒരു കൊടുങ്കാറ്റിനും യുദ്ധം ചെയ്യുവാൻ കഴിയാത്ത വിധം സ്വയം തൻ്റെ സ്ഥിതി ഓർമ്മയിലൂടെ ശക്തിശാലിയാക്കി മാറ്റണം. വികാരങ്ങളിൽ നിന്നും സ്വയം തന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കണം. വരദാനം: സർവശക്തികളുടെയും ലൈറ്റിലൂടെ ആത്മാക്കൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ചൈതന്യ ലൈറ്റ് ഹൗസായി ഭവിക്കട്ടെ. ഞാൻ ആത്മാവ് വിശ്വമംഗളത്തിൻ്റെ സേവനത്തിനു വേണ്ടി പരംധാമത്തിൽ നിന്നും അവതരിച്ചിരിക്കുകയാണ് എന്ന് സ്മൃതിയിൽ സദാ ഇരിക്കുമെങ്കിൽ എന്ത് സങ്കല്പിക്കുമോ വാക്കുകൾ പറയുമോ അതിൽ വിശ്വമംഗളം അടങ്ങിയിട്ടുണ്ടായിരിക്കും. ഈ സ്മൃതി ലൈറ്റ് ഹൗസിൻ്റെ കാര്യം ചെയ്യും. ഏതുപോലെ ആ ലൈറ്റ് ഹൗസിൽ നിന്നും ഒരു നിറത്തിൻ്റെ ലൈറ്റ് വരുന്നുവോ അതേപോലെ ചൈതന്യ ലൈറ്റ് ഹൗസായ താങ്കളിലൂടെ സർവശക്തികളുടെയും ലൈറ്റ് ആത്മാക്കൾക്ക് ഓരോ ചുവടിലും വഴി കാണിച്ചു കൊടുക്കുന്നതിൻ്റെ കാര്യം ചെയ്തുകൊണ്ടിരിക്കും. സ്ലോഗൻ: സ്നേഹത്തോടും സഹയോഗത്തോടുമൊപ്പം ശക്തി രൂപമാകൂ. അപ്പോൾ രാജധാനിയിൽ മുന്നിലുള്ള നമ്പർ ലഭിക്കും. അവ്യക്ത സൂചന: ഇപ്പോൾ സമ്പന്നവും കർമാതീതവും ആകുന്നതിൻ്റെ ഈണം മുഴക്കൂ. ഏതുപോലെ കർമ്മത്തിൽ വരുന്നത് സ്വാഭാവികമായി കഴിഞ്ഞുവോ അതേപോലെ കർമാതീതമാകുന്നതും സ്വാഭാവികം ആകണം. കർമ്മവും ചെയ്യൂ, ഓർമ്മയിലും ഇരിക്കൂ. ആരാണോ സദാ കർമ്മയോഗിയുടെ സ്റ്റേജിൽ ഇരിക്കുന്നത് അവർക്ക് സഹജമായി തന്നെ കർമാതീതം ആകുവാൻ സാധിക്കും. ആഗ്രഹിക്കുമ്പോൾ കർമ്മത്തിൽ വരണം, ആഗ്രഹിക്കുമ്പോൾ വേറിടണം. ഈ പ്രാക്ടീസ് കർമ്മങ്ങൾക്കിടയിൽ ചെയ്തുകൊണ്ടേയിരിക്കൂ. മെഡിറ്റേഷൻ. എൻ്റെ ശ്രദ്ധയെ ഞാൻ ബാഹ്യലോകത്തിൽ നിന്നും പിൻവലിക്കുന്നു.
ഈ സംഗമയുഗത്തിൽ ജ്ഞാനസൂര്യനായ ബാബ നൽകിയ ദിവ്യ ബുദ്ധിയിലൂടെ എൻ്റെ ആത്മസ്വരൂപത്തെ ഞാൻ സ്പഷ്ടമായി കാണുന്നു. ഇരുപുരികങ്ങൾക്കും മധ്യത്തിൽ നക്ഷത്ര സമാനം തിളങ്ങുന്ന ഞാൻ വിശേഷ ആത്മാവാണ്. ശാന്ത സ്വരൂപ ആത്മാവാണ്. ഈ അന്തർമുഖ സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഇപ്പോൾ ഞാൻ അവ്യക്ത സ്വരൂപം ധാരണ ചെയ്യുന്നു. വ്യക്തഭാവത്തിനും ഉപരിയായി ഇരുന്നു കൊണ്ട് അവ്യക്ത സ്വരൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഒരു സെക്കൻഡിൽ അവ്യക്ത ലോകവാസി ആകുന്നു. ഈ അവ്യക്ത ലോകത്തിൽ അവ്യക്ത ബാപ്ദാദയുടെ സന്മുഖത്ത് അവ്യക്ത കൂടിക്കാഴ്ചയുടെ അലൗകിക അനുഭവത്തിൽ മഗ്നമാകുന്നു. ജ്ഞാനചന്ദ്രൻ്റെ സ്നേഹസമ്പന്നവും ശക്തി സമ്പന്നവുമായ ദൃഷ്ടി എന്നെ ജ്ഞാനസൂര്യൻ്റെ സർവപ്രാപ്തികളും സ്വീകരിക്കുവാൻ യോഗ്യമാക്കുമ്പോൾ ഒരു സെക്കൻഡിൽ ഞാൻ നിരാകാരി സ്വരൂപത്തിൽ നിരാകാരി ദേശത്തിൽ ജ്ഞാനസൂര്യനായ ശിവ് ബാബയുടെ സമീപം സ്ഥിതി ചെയ്യുന്നു. ഈ പരമധാമത്തിൽ ഒരു ബാബയിൽ മാത്രം ബുദ്ധിയോഗം ഏകാഗ്രമാക്കി ശക്തിശാലി സ്മൃതിയിൽ യോഗയുക്ത അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ആത്മാവ് പവിത്രതയുടെ പ്രകാശത്താൽ ദീപ്തമാകുന്നു.